അനൂപ്, ഇപ്പോൾ എന്താണ് അവിടുത്തെ സ്ഥിതി? ഇപ്പോൾ ഈ കുറുക്കൻ മൂല ഭാഗത്തുനിന്ന് ഈ അക്രമം നടന്ന സ്ഥലത്തിന് തൊട്ട് സമീപത്താണ് ഈ റബ്ബർ തോട്ടത്തിൽ ആനയുള്ളത്. അവിടെ നിന്ന് ആനയെ കാട്ടിലേക്ക് തുരത്താനുള്ള ശ്രമം വനവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നു. ഈ പാലുവെച്ച ഭാഗത്തേക്ക് ഒക്കെ ഈ വനാന്തര ഭാഗത്തേക്ക് ഈ ആനയെ തുരത്താനുള്ള ശ്രമമാണ് പ്രധാനമായി നടക്കുന്നത്. എന്നാൽ അത് എത്ര ഫലപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാര്യം അതിന് ആ സ്ഥലത്തിൽ തൊട്ട് ചേർന്ന് തന്നെ ജനവാസ മേഖലകളിലേക്ക് ഉള്ള വഴികളും മറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴികളിലേക്ക് ആന തിരിഞ്ഞാൽ അതൊരു പക്ഷേ ഇപ്പോൾ ഈ തുരത്താനുള്ള നീക്കം ഒരു പ്രതികൂല നടപടിയായിട്ട് വന്നേക്കാം. അത് പക്ഷേ അപ്പോൾ ആ ഭാഗമെല്ലാം ബ്ലോക്ക് ചെയ്ത് അല്ലെങ്കിൽ അവിടെ തടസ്സപ്പെടുത്തിക്കൊണ്ടെല്ലാമാണ് ആളുകൾക്ക് വനവകുപ്പിന് ഈ ദൗത്യത്തിലേക്ക് ഇറങ്ങേണ്ടതുണ്ട്. ഒരു ജനങ്ങളുടെ സാന്നിധ്യം പല സ്ഥലങ്ങളും ഉണ്ട്. ഇപ്പോൾ ഇവിടേക്ക് എത്തിയ ഈ അനൗൺസ്മെന്റ് വാഹനമെല്ലാം ജനങ്ങൾ തടയുന്ന ഒരു സാഹചര്യമെല്ലാം ഉണ്ടായി. അതൊക്കെ അല്പം നേരിയ സംഘർഷങ്ങളിലേക്കും അല്ലെങ്കിൽ നേരിയ തോതിലുള്ള തർക്കങ്ങളിലേക്കും മറ്റും പോകുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ കൂടി പരിഹരിച്ചു വേണം വനവകുപ്പിന് നടപടികൾ പൂർത്തീകരിക്കാൻ. പ്രതിഷേധങ്ങൾ ഒരു ദിവസം നടക്കുകയാണ്. ഈ പ്രതിഷേധങ്ങൾ പ്രതിഷേധങ്ങൾ പരിഹരിക്കാനുള്ള ഒരു ശ്രമം വനവകുപ്പിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ മാനന്തവാടി ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ചർച്ച നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ആനയെ പിടികൂടാൻ നടപടികൾ ജനങ്ങളോട് വിശദീകരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ, ഈ ഓവർക്കോട് MLA, അതോടൊപ്പം സബ് കളക്ടർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവരുമായിട്ടുള്ള ചർച്ച ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിലൊരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ സബ് കളക്ടറുമായി ഓവർക്കോട് MLA മറ്റും നടത്തിയ ചർച്ച പരാജയപ്പെട്ടിരുന്നു. ജനങ്ങൾ ഈ ആനയെ കാട്ടിലേക്ക് തുരത്തുകയല്ല, അത് തുരത്തിയാൽ തന്നെ അത് തിരിച്ചെത്താൻ സാധ്യതയുണ്ട്. അത് വീണ്ടും അപകടങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ഇതിനെ തുരത്തുകയല്ല, ഇതിനെ പിടികൂടണം എന്നൊരു ആവശ്യമാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ ആവശ്യം വീട്ടിലാണ് ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം വിവിധയിടങ്ങളിൽ ഇപ്പോൾ നടക്കുന്നത്. മാനന്തവാടി നഗരത്തിൽ മാത്രമല്ല, അത് പല പ്രദേശങ്ങളിലും നടക്കുന്നുണ്ട്. ഏതായാലും ജനങ്ങൾ ആ രീതിയിൽ പ്രതിഷേധമായി മുന്നോട്ട് പോകുന്നു. വനംവകുപ്പ് ആദ്യഘട്ടത്തിൽ ശ്രമിക്കുന്നത് ഈ ആനയെ എത്രയും പെട്ടെന്ന് തുരത്തി ഒരു അപകടകരമായ സാഹചര്യം. അതായത് അനൂപ്, ആന ഇപ്പോൾ നിൽക്കുന്ന പ്രദേശത്തിന് ചുറ്റും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് അവിടെ നിന്ന് ആനയെ മാറ്റുക എന്നത് വനംവകുപ്പിനെ സംബന്ധിച്ച് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണെന്ന് പറയേണ്ടി വരും, അല്ലേ? അതെ, ശ്രമകരമായ ദൗത്യമാണ്. കാര്യം ഇത് ആന ഈ തുരത്തുന്നതിനിടെ പ്രകോപിതരായി ഒരു പ്രകോപനം കാണിച്ചാൽ അത് വീണ്ടും അക്രമകാരിയായി ഈ ജനവാസ മേഖലയിലേക്ക് തിരിച്ചെത്താനുള്ള സാധ്യത എല്ലാം ഉണ്ട്. അത് വളരെ സൂക്ഷ്മവും ശ്രദ്ധവും ഉത്തരവാദിത്തവും കൂടി ചെയ്യേണ്ട വലിയൊരു പ്രക്രിയയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ സാന്നിധ്യം എല്ലാം പൂർണ്ണമായി ഒഴിവാക്കാനാണ് ഇപ്പോൾ പോലീസ് വനവകുപ്പ് ശ്രമിക്കുന്നത്. എന്നിട്ട് അത് ഈ പാലുവെളിച്ചം ഭാഗത്തേക്ക് നിബിഡമായിട്ടുള്ള ഒരു കുറവ ജീവികളോടെല്ലാം ചേർന്നിട്ടുള്ള നിബിഡമായിട്ടുള്ള വനമേഖലയാണ്. വനാന്തര ഭാഗത്തേക്ക് തുരത്തിയാൽ ഒരുപക്ഷെ ഈ ആന സൃഷ്ടിക്കുന്ന ഒരു ആശങ്ക നമുക്ക് താൽക്കാലികമായി ഒഴിവാക്കാൻ സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രമമാണ് ഇവിടെ പ്രധാനമായും ഇപ്പോൾ നടക്കുന്നത്. ഈ ആനയെ തുരത്തുക എന്നുള്ളത് ഒരു പ്രാഥമിക നടപടിക്രമം മാത്രമാണ്. എന്നാൽ വനവകുപ്പിന്റെ ലക്ഷ്യം ഇതിനെ തുരത്തുക എന്നുള്ളത് ഒരു പ്രായോഗികമായ പരിഹാരമായില്ലെങ്കിൽ അതിന് മയക്കുവെടിച്ച് പിടികൂടുക എന്നുള്ളത് തന്നെയാണ്. അതിന് സജ്ജമായി ആറാട്ടി ടീം ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ട്. വിദഗ്ധ സംഘമുണ്ട്. ഈ ആനയുടെ സഞ്ചാരപഥവും ആരോഗ്യാവസ്ഥയും നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ ആനയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ്, കുറച്ച് വിശദാംശങ്ങൾ കർണാടകയിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. അത് യഥാസമയം ലഭിക്കുകയാണെങ്കിൽ ഈ നടപടികളെല്ലാം സുഗമമാവും. എന്നാൽ കർണാടകയുടെ ഭാഗത്തു നിന്ന് ഈ ആനയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് മറ്റും നേരത്തെ ഈ കർണാടക PCCF തന്നെ വ്യക്തമാക്കിയത് ഈ ആന ഏത് എന്ന കാര്യത്തിൽ തങ്ങൾക്ക് വ്യക്തതയില്ല എന്നാണ്. ഇപ്പോൾ അത് തങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ഈ കർണാടക വനവകുപ്പ് PCCF ഉൾപ്പെടെ നേരത്തെ പറയുന്നത്. ഈ രീതിയിലൊരു നിസ്സഹരണം കർണാടക വനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആശയവിനിമയം സുഗമമാക്കുകയും വിവരങ്ങൾ പെട്ടെന്ന് ലഭ്യമായാൽ കൂടി മാത്രമേ ഈ ട്രാക്കിംഗ് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ സാധിക്കും. ഏതായാലും ഈ മേഖലയിൽ ആനയുണ്ട് അത് വ്യക്തമാണ്. അനൂപ്, ഒരു കാര്യം കൂടി, ഇപ്പോൾ നമ്മൾക്ക് ലഭിക്കുന്ന ആ CCTV ദൃശ്യത്തിൽ ആ വീടിന്റെ ചുറ്റുമതിലടക്കം തകർത്തുകൊണ്ട്, ഗേറ്റ് അടക്കം തകർത്തുകൊണ്ട് ആന പോയ വഴി, അവിടെ ഉണ്ടായിട്ടുള്ള നാശങ്ങൾ വളരെ കൃത്യമാണ്. ഈ ആന സഞ്ചരിച്ച വഴിയിൽ മറ്റെവിടെയെങ്കിലും ഈ നിലയ്ക്കുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഈ അജിയെ ആക്രമിച്ചു കൊന്ന ആ വീടിന് സാരമായ പരിക്കുള്ളത്. അതിനു മുൻപ് ഒരു സ്ഥലത്ത് ഈ വരുന്ന വഴിയിൽ ഒരു വീടിന് ചുറ്റുമതിൽ തകർത്തുണ്ടായിരുന്ന ആന. അതോടൊപ്പം ഈ ഒരു അക്രമ സ്വഭാവം അവിടെ മുതൽ തന്നെ ആന പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ അജിയെ തന്നെ ആന പിന്തുടർന്ന് ഓടിപ്പിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഈ അജി പ്രാണരക്ഷാർത്ഥം ഈ സുഹൃത്തിന്റെ വീടിന്റെ മതിൽ ചാടിക്കടക്കുകയുണ്ട്. ഈ ചാടി കിടക്കുമ്പോഴാണ് അജി താഴെ വീഴുകയും പെട്ടെന്ന് തന്നെ ആന സമീപത്തെത്തുകയും മാരകമായി ആക്രമിക്കുകയും വലിച്ചെറിയുകയും ചെയ്തത്. അത് നേരത്തെ തന്നെ ആന ഈ ഒരു അക്രമ സ്വഭാവം കാണിച്ചിരുന്നതിന്റെ തെളിവാണ്. ഈ വരുന്ന വഴി ചില വീടുകളുടെ ചുറ്റുമതിലും മറ്റും തകർത്തതുണ്ട്. ഈ അജി ചാടിക്കടന്ന മതിൽ തന്നെ
അത് ഒരു ചെറിയ ഒരു വഴിയുണ്ട് അവിടെ. ആ വഴി അപ്പാടെ തകർത്തുകൊണ്ടാണ് ആന ഈ വീടിന് മുറ്റത്തേക്ക് കടക്കുകയും താഴെ വീണ അജിയെ ആക്രമിക്കുകയും എടുത്ത് എറിയുകയും എല്ലാം ഉണ്ടായത്. അതായത് ഈ സ്ഥലത്തിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ആനയെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ സാന്നിധ്യം സംബന്ധിച്ച സൂചനകൾ ലഭിച്ചിട്ടുള്ളത്. ഒരു സുസജ്ജമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഒരു ശ്രമത്തിലൂടെ ഈ ഒരു പ്രശ്നം മറികടക്കാനുള്ള ഒരു തീവ്ര ശ്രമം ഏതായാലും സർക്കാർ നിർദ്ദേശാനുസരണം ഇവിടെ നടക്കുകയാണ്.